ചേച്ചി 2019-20 നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അതായത് കൊറോണ മഹാമാരി. നമ്മൾ എന്താണ് ലോക്ക്ഡൗൺ, എന്താണ് ഓൺലൈൻ ക്ലാസ്, അല്ലെങ്കിൽ പുതിയ പുതിയ പദങ്ങളെല്ലാം മലയാളികളെ മാത്രമല്ല ലോകരാജ്യങ്ങളെല്ലാം സുപരിചിതമാക്കിയ ഒന്നാണ് കൊറോണ വൈറസ് എന്ന് പറയുന്നത്. അതെ, ക്വാറന്റൈൻ. അതെ, ഇപ്പോൾ അതേപോലെ തന്നെ അത് ചൈനയിലെ വുഹാനിൽ നിന്നാണ് കൊറോണ മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടെ പടർന്നത്. അന്ന് ചൈന കുറച്ചും കൂടെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് ഇത് പടരില്ലായിരുന്നായിരുന്നു ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇപ്പോഴിതാ വീണ്ടും 2025 ആരംഭിച്ചു കഴിഞ്ഞു. ആരംഭിച്ച് 6 ദിവസം പിന്നിടെ വീണ്ടും ചൈനയിൽ ഒരു വൈറസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. HMPV അവിടെ ചൈനയിൽ വളരെ വ്യാപകമായി വ്യാപിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. ഇപ്പോഴിതാ ഇന്ത്യയിൽ 3 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ HMPV കേസുകൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത അടിസ്ഥാനത്തിൽ ഇതൊരു ആശങ്കാജനകമായ സാഹചര്യമല്ല ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത്. ഇതിനെങ്ങനെ ആരോഗ്യവകുപ്പ് ഇതിൽ കടുത്ത ജാഗ്രത മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇന്ത്യയിലെ ആരോഗ്യ മന്ത്രാലയം വളരെയേറെ ശ്രദ്ധയോടെ കൂടിയാണ് ഈ വൈറസിൻ്റെ വ്യാപനത്തെ നിരീക്ഷിച്ചു വരുന്നത്. പക്ഷേ എങ്കിൽ തന്നെ ഏറ്റവും ആശങ്ക ഉയർത്തുന്നു പറഞ്ഞാൽ ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കുറച്ച് കാലയളവിനുള്ളിൽ 2001 ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇന്ത്യയിലോ അതോ മറ്റ് രാജ്യങ്ങളിലാണോ? ആദ്യം ഇത് ഇങ്ങനെ ഒരു വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് രാജ്യാന്തര തലത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്നാണ് ഇതിന്റെ ശരിയായ പദം. ഇതിന്റെ പൂർണ്ണമായ HMPV. അത് 2001 റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് ശേഷം പിന്നെ ഇതുവരെ അതിനെക്കുറിച്ച് വലിയ വാർത്തകളൊന്നും നമ്മളെ തേടി വന്നിട്ടില്ല. അതൊരു അന്ന് മുതൽ 2001 മുതൽ 2025 വരെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസമാണ് ഇപ്പോൾ ബ്രേക്ക് ചെയ്യപ്പെടുന്നത്. അത് നമുക്ക് ഭയങ്കര ആശങ്കയാണ് ഇന്ത്യയിൽ ഉണ്ടാകാൻ. വേറൊന്നും കൊണ്ടല്ല, അത് 2025 തുടക്കത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതിനോടൊപ്പം തന്നെ ഇന്ത്യയിൽ 3 പേർക്ക് കൊച്ചുകുട്ടികളായിട്ടുള്ള 3 പേർക്ക് സ്ഥിരീകരിച്ചു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയും കൂടിയാണ്. മൂന്നാമത്തെ വാർത്ത പക്ഷെ ഔദ്യോഗികമായിട്ട് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു വാർത്ത വന്നു എന്നൊരിക്കലും സ്ഥിരീകരിച്ചിട്ടില്ല. മറ്റ് 2 കേസുകളും കർണാടകയിൽ റിപ്പോർട്ട് ചെയ്ത് അതിനകത്ത് രണ്ടും 8 മാസം പ്രായമുള്ള ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ആണ് ചികിത്സയിലിരുന്നത്. അതിനകത്ത് പെൺകുട്ടി രോഗം മാറി കുട്ടി വീട്ടിലോട്ട് സുഖം പ്രാപിച്ച് തിരിച്ചു പോയി, മറ്റേ കുട്ടി സുഖം പ്രാപിച്ച് വരുന്നു. പക്ഷേ ഇതിൻ്റെ ആശങ്ക എന്ന് പറയുന്നത് ഇതിന് വാക്സിൻ ഇല്ല. അപ്പോൾ വാക്സിൻ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ജാഗ്രത കുറച്ചുകൂടി കടുപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനിയും ലോകമൊട്ടാകെ ഇനിയും വീണ്ടും ഒരു ലോക്ക്ഡൗണിലേക്ക് പുറപ്പെടുമോ, ലോക്ക്ഡൗണിലേക്ക് പോകുമോ എന്നുള്ള ആശങ്കയാണ് എല്ലാവർക്കും ഉള്ളത്. അത് കാരണം വാക്സിൻ ഇല്ലാത്തത് കൊണ്ടും പിന്നെ കുറച്ച് കാലം ആ കോവിഡിൻ്റെ ആ ഒരു സിറ്റുവേഷനൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കുമെന്ന് തന്നെ കരുതാം. അതുപോലെ തന്നെ ഇന്ത്യൻ ആരോഗ്യ മന്ത്രാലയമൊക്കെ ഇതിനകത്ത് നന്നായിട്ട് നിരീക്ഷിച്ച് വരികയാണ് ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത്. ചൈനയിൽ മാസ്ക് നിർബന്ധമാക്കി ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നുള്ള ഒരു വാർത്ത. തീർച്ചയായിട്ടും അത് ശരിയാണ്. അങ്ങനത്തെ ഒരു വാർത്തകൾ വരുന്നുണ്ട്. അത് ചൈന ഔദ്യോഗിക റിപ്പോർട്ട് വെളിവിട്ടിട്ടുണ്ടായിരുന്നു. ഒരു മാസ്കും സാമൂഹിക അകലം പാലിക്കണമെന്നും മാസ്ക് എല്ലാവരും ധരിക്കണമെന്നും പൊതു നിരത്തുകളിൽ ഇറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണമെന്നും അതുപോലെ സാമൂഹിക അകലം പാലിക്കണമെന്നും പറഞ്ഞിട്ട് അവർ ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ വൈറസ് വ്യാപകമാകുമ്പോൾ ഇപ്പം ചുമയും ജലദോഷവും ഒക്കെയാണ് ഇതിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങളെന്ന് പറയുന്നത്. പിന്നെ അത് വളരെ രൂക്ഷമാകുന്ന തരത്തിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ശ്വാസകോശ അണുബാധ അങ്ങനത്തെയുള്ള പല വലിയ വലിയ അസുഖങ്ങളിലേക്കൊക്കെ, അതുപോലെ തന്നെ കൊറോണ പോലെ സമ്പർക്കം പോലെ തന്നെയല്ല, എന്ന് വെച്ചാൽ കൊറോണയുടെ സമ്പർക്കമായിരുന്നല്ലോ പടരുന്നത്. ഇതും സമ്പർക്കം മൂലം കൂടുതൽ കാര്യങ്ങൾ നിരീക്ഷിച്ച് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ വ്യാപന രീതിയെക്കുറിച്ച് വളരെ വലിയ ആശങ്ക എല്ലാവരിലും ഉണ്ട്. അതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ടൊരു റിപ്പോർട്ട് പുറത്ത് വരും വരെ നമ്മൾ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ആളുകളെ പേടിപ്പിച്ച് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യാപന രീതി വേറെ വല്ലതുമാണെങ്കിലോ, അപ്പം നമ്മൾ തെറ്റായൊരു വാർത്ത പുറത്തു വിടാതിരിക്കാൻ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ജാഗ്രത പാലിക്കണമെന്ന് കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ ആരുമാകട്ടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ ഔദ്യോഗികമായിട്ടുള്ള അധികൃതർ പറയുമ്പോൾ അതിനനുസരിച്ച് നിൽക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ്. ഇപ്പോൾ കോവിഡിൻ്റെ ആ ഒരു കാലഘട്ടത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് കണ്ടുപിടിച്ച് ഒരുപാട് പേർക്ക് പെട്ടെന്ന് വ്യാപിച്ചു.
കുറേ പേര് അതിനകത്ത് മരണപ്പെടുന്നൊരവസ്ഥയുണ്ടായി. ദിനേന നമ്മൾ പട്ടിക പുറത്തു വിട്ടു. പട്ടികയ്ക്കകത്ത് മരിച്ചവരുടെയും രോഗവിവരങ്ങളും അവരുടെ റൂട്ട് മാപ്പും കാര്യങ്ങളും ഒക്കെ നമ്മൾ. പക്ഷേ കൃത്യമായ കണക്കുകളല്ലായിരുന്നല്ലോ ഓരോ രാജ്യങ്ങളും പുറത്തു വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ചൈനയിൽ തന്നെ ഒരുപാട് പേരാണ് മരിച്ചത്. കാരണം ചൈന പക്ഷേ അതിൻ്റെ പകുതിയിലധികം എന്ന് വെച്ചാൽ പകുതി മരണങ്ങൾ മാത്രമേ ചൈന പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ചൈനയ്ക്കെതിരെ രൂക്ഷമായ വിമർശനമായിരുന്നു. കാരണം ചൈന ഒന്നും ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഈ കൊറോണ എന്ന് പറയുന്ന ഒരു മഹാമാരി ഈ രാജ്യങ്ങളെല്ലാം വിഴുങ്ങില്ലായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോഴും ചൈന തന്നെയാണ് വീണ്ടും അടുത്ത വൈറസിന് തിരികൊടുത്തിരിക്കുന്നത് അല്ലേ. ചൈനയുടെ ഭക്ഷണ രീതിയോ അങ്ങനത്തെ ലാബിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഇങ്ങനത്തെ അസുഖങ്ങൾ വ്യാപകമാകുന്നതിന് കാരണമെന്നാണ് പണ്ടേയുള്ള പരക്കെയുള്ള. അതിനെക്കുറിച്ച് ഇപ്പോഴും ഗവേഷണങ്ങളും പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള ആരോഗ്യ സംവിധാനങ്ങളെല്ലാം എങ്ങനെയാണ് ഈ വൈറസിനെ പിടിച്ചു കെട്ടാനാവുക, അല്ലെങ്കിൽ വൈറസിൻ്റെ വ്യാപന രീതി എങ്ങനെയാണ് മനുഷ്യരിലേക്ക് ഇത് എത്തുന്നത്. ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന ഇപ്പം 2 കുട്ടികൾക്ക് സ്ഥിരീകരിച്ചവർക്ക് 2 പേർക്കും യാതൊരു തരത്തിലുള്ള വിദേശ യാത്രാ ചരിത്രങ്ങളില്ല. അങ്ങനെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇതെങ്ങനെയാണ് ഇവിടെ, അപ്പോൾ അവരുടെ അച്ഛനോ അമ്മയോ പോയിട്ട് വന്നതാണോ എന്നുള്ള കാര്യങ്ങളിലൊന്നും യാതൊരു വ്യക്തതയില്ല. പക്ഷെ ആ കുട്ടികൾ രാജ്യം വിട്ട് പോയിട്ടില്ല എന്നുള്ളതിനകത്ത് വളരെ വ്യക്തതയുണ്ട് താനും. അപ്പോൾ അതേസമയം അങ്ങനെ ഇരിക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഇവിടെ ഇന്ത്യയിൽ എത്തിപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക ഉണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ വ്യാപന രീതിയെക്കുറിച്ച് എല്ലാവർക്കും ഒരു ആശങ്ക വരുന്നത് സ്വാഭാവികമാണ്. കാരണം എങ്ങനെയാണ് ഇത് ഒരാൾ ചുമച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ജലദോഷമൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇതെങ്ങനെയാണ് ഒരാൾ ചുമച്ച് കഴിയുമ്പോൾ ഉടനെ അയാൾക്ക് മറ്റുള്ള ശ്വാസം കൈമാറുന്നത് വഴി ശ്വാസോച്ഛ്വാസം വഴിയൊക്കെ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ആകെപ്പാട് ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ജാഗ്രതയോടെ ഇരിക്കുക എന്നുള്ളതാണ്. എത്രത്തോളം നമ്മൾ നേരത്തെ പോലെ തന്നെ സോപ്പിട്ട് കൈ കഴുകി സാമൂഹിക അകലം പാലിച്ച് നിൽക്കണമെന്ന് എന്ന് സർക്കാർ പറയുന്നു, അന്ന് മുതൽ നമ്മൾ കഴിവതും അതിനു മുൻപ് തന്നെ എത്രത്തോളം നമ്മൾ ജാഗ്രതയോടെ ഇരിക്കാൻ കഴിയുന്നു അത്രത്തോളം നമ്മൾ ജാഗ്രതയോടെ ഇരിക്കേണ്ടതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്സിനൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ കഴിഞ്ഞൊരു കോവിഡിൻ്റെ സമയത്ത് വാക്സിൻ എടുത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ആശങ്കയുണ്ടായിരുന്നു. കാരണം വാക്സിൻ എടുത്തവർക്ക് പല രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി പവർ കുറയുകയും അങ്ങനെ പല രീതിയിലുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പല അസുഖങ്ങളും നമ്മളെ വന്നുപെടും. അപ്പോൾ അത് നമ്മൾക്ക് അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും പിന്നെ ഭയങ്കര പാടാണ്. അപ്പോൾ വാക്സിനെ എടുക്കുമ്പോഴത്തേക്കും അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പഠനങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിനും നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മൾ എപ്പോഴും ഔദ്യോഗിക മാധ്യമങ്ങളിൽ എന്ത് വരുന്നു അതിനനുസരിച്ച് നമ്മൾ അതിനെക്കുറിച്ച് നിരീക്ഷിക്കണം. നന്നായിട്ട് നിരീക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകണം. അതുപോലെ കുട്ടികളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അതിനനുസരിച്ച് തന്നെ അവരോട് ജാഗ്രത പാലിക്കാൻ പറയണം. ഇപ്പം കഴിഞ്ഞ ഒരു വർഷം മുൻപ് വരെ ഉണ്ടായത് തീരെ ചെറിയ കുട്ടികൾ ഇപ്പോൾ 1-2 വയസ്സ് കൂടി സ്കൂളിലൊക്കെ പോകാനുള്ളൊരു തരത്തിലുണ്ട്. അപ്പോൾ അവർ വീട്ടിലിരുന്ന ഒരു സമയമല്ലേ, അപ്പം സ്കൂളിലേക്ക് വരുമ്പോൾ എങ്ങനെ ഇരിക്കും. അപ്പം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ ഇപ്പം ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ്. സർക്കാരുകളെ ആശ്രയിച്ച് നമ്മൾ നിൽക്കുക. അവരെങ്ങനെയാണ് നമുക്ക് തരുന്ന ജാഗ്രത നിർദ്ദേശങ്ങൾ അതിനനുസരിച്ച് നിൽക്കുക. പിന്നെ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല, ജാഗ്രതയോടെ നിന്നിട്ടേ കാര്യമുള്ളൂ. പിന്നെ മാക്സിമം നമ്മൾ ഇങ്ങനെ ഒരു സമാധാനത്തോടെ ഇരിക്കുക. കാരണം ഭാവിയിൽ എന്ത് വരും എന്ന് നമുക്കറിയില്ല, പ്രവചിക്കാൻ കഴിയില്ല. ചിലപ്പോൾ അത് 1-2 കേസുകളിലൂടെ അത് തിരിച്ചു വന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ആശങ്കപ്പെട്ടിരുന്നാൽ നമ്മുടെ ഒരു ദിവസം പോകും എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു നമുക്ക് വരുന്ന രോഗത്തിനൊന്നും തടയാൻ ഇപ്പം യാതൊരു സംവിധാനങ്ങളും ഇല്ലാത്തതുകൊണ്ട് സമാധാനപരമായി ഇരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. സർക്കാരിനെ ശ്രദ്ധിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക.